ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ദേ ഉറക്കണീറ്റ് വരുന്നതേ ഉള്ളൂ. ആദമോനുണ്ട് കൂടെ. അപ്പോൾ ഇത് എൻ്റെ വീടാണ്, എൻ്റെ സ്വന്തം വീട്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. എണീറ്റുടനെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടേ മറ്റെന്ത് ഞാൻ ചെയ്യത്തുള്ളൂ. എണീറ്റ് വന്നിട്ട് ഈശോനോട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അമ്മ എനിക്ക് കൊണ്ടുവന്ന് ചായ തന്നു. ആദമോൻ എണീറ്റ് വരുമായിരുന്നു. പിന്നെ അമ്മ കൊണ്ടുവന്ന ചായ ഞാൻ കുടിച്ചു. ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് കപ്പാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുക്കും ചിട്ടം നിറഞ്ഞ ലൈഫിന് വേണ്ടത് നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലം വൃത്തിയാക്കി ഇടുക എന്നതാണ്. ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് എൻ്റെ സ്പൈക്കി മോളുടെ അടുത്താണ്. അവളായിട്ട് കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല്ലൊക്കെ തേക്കാൻ വേണ്ടി എൻ്റെ ബ്രഷൊക്കെ ഞാൻ ഡാൻസ് കളിച്ച് വൈബടിച്ച് ഞാൻ അങ്ങോട്ട് എടുത്തു. അങ്ങനെ ഞാൻ വീടിൻ്റെ പുറത്തോട്ടിറങ്ങി. പിന്നെ വീടിൻ്റെ പ്രകൃതി രാവിലെ തന്നെ ആസ്വദിച്ച്. ജസ്റ്റ് പൊടിമഴയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അവൻ്റെ അടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ അവിടെ നടക്കാൻ ഒത്തിരി സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ അവിടെ ചുറ്റി നടന്നേ പല്ലൊക്കെ തേക്കാറുള്ളൂ. അതിൻ്റെ ഒപ്പം കാലാവസ്ഥയും ഒന്ന് ആസ്വദിക്കും കേട്ടോ. എൻ്റെ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ജസ്റ്റ് അടിപൊളിയാണെന്ന്. അതുപോലെ തന്നെ അടിപൊളിയാണ്. മഴ ജസ്റ്റ് ഒന്ന് മാറിയൊരു നേരിയ ഇളം വെയിൽ വന്നായിരുന്നു. ആ കാണുന്നത് ചെന്തെങ്ങിൻ്റെ കൊലയാണ് കേട്ടോ. ഇളംകാറ്റിൽ തേങ്ങ കുലകൾ ആടുന്നെന്ന് പറയണ പോലെ ആട്ടമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ സ്വന്തം കണിക്കൊന്ന, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതാണ്. ആ കാണുന്നതാണ് എൻ്റെ വീട്. ഞങ്ങളൊരു കോമ്പൗണ്ടിൽ 3 വീടാണ്. നടുക്ക് വരുന്നത് തറവാടും, അപ്പുറത്ത് ആൻറ്റിയുടെ വീടും പപ്പയുടെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇത് ഞങ്ങളുടെ വീടാണ്. ഇതെൻ്റെ സ്വന്തം വണ്ടി, എൻ്റെ വണ്ടിയാണ് വെസ്പ. അപ്പുറത്ത് ബുള്ളറ്റ് പപ്പയുടെ. കുറേ ചെടികൾ കൊണ്ട് വീടിൻ്റെ പുറം അലങ്കരിച്ചിരിക്കുന്നത് പോലെ അകം അലങ്കരിച്ചിട്ടുണ്ട്. വീടിൻ്റെ ചെടികളുണ്ട്, ഫ്രഷ് ചെടികളാണ് കേട്ടോ. ഈ വീട് വന്നത് എൻ്റെ പപ്പയുടെ സ്വന്തം ഡിസൈനിലാണ്. ഇത് പപ്പയുടെ കുറേ വർക്കുകളാണ്. നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ സിറ്റ് ഔട്ടിൽ തന്നെ കുറേ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പപ്പ. പിന്നെ അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഞങ്ങളുടെ ഹോളാണ്. അവിടെ നിന്ന് നേരെ ആ സൈഡിൽ കൂടി കയറി പോകുന്നത് മേളിലോട്ടാണ് കേട്ടോ. അവിടെയാണ് എൻ്റെയും പപ്പയുടെയും അമ്മയുടെയൊക്കെ റൂം വരുന്നത്. ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂം. അവിടെ നിന്ന് ജസ്റ്റ് ഒരു കുഞ്ഞു റൂമുണ്ട്, അതെൻ്റെ സ്റ്റഡി റൂമാണ്. പിന്നെ ഇതാണ് കിച്ചൺ. എൻ്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് പപ്പ ചെയ്തു കൊടുത്ത മിനീസ് കിച്ചൺ എന്ന് പേരൊക്കെ അടിച്ചിട്ടാണ് പപ്പ ചെയ്തു കൊടുത്തേക്കുന്നത്. കിച്ചൺ പിന്നെ പെണ്ണുങ്ങളുടെ ഏരിയ ആണല്ലോ. പിന്നെ ഇത് വർക്ക് ഏരിയ. അവിടെ നിന്ന് നേരെ പുറത്തോട്ടാണ് വരുന്നത്, അടുക്കള വശം പുറകിൽ. അപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങാം. രാവിലെ പാൽ ചായ, പിന്നെ അമ്മയുടെ ഫേവറേറ്റും എൻ്റെ ഫേവറേറ്റും ദോശയും തക്കാളി ചട്നിയുമായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ. ഞാനപ്പോൾ തിന്നായിരുന്നു വേഗം. എനിക്ക് വിശപ്പുണ്ടായിരുന്നു നല്ലത്. അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചങ്ങോട്ട് ആ കാര്യം അവിടെ തീർത്തായിരുന്നു. മഴ മാറുന്നതനുസരിച്ചല്ലേ നമുക്ക് തുണികളൊക്കെ തിരുമാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ വെയിൽ വന്ന ടൈമിൽ ഞാൻ വേഗം എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കൊച്ചിൻ്റെയൊക്കെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് വേഗം തിരുമിയിട്ടായിരുന്നു. പിന്നെ വരുന്നത് ഉച്ചയൂണാണ്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചോറും പിന്നെ ഒരു മാങ്ങാച്ചാർ, സ്പെഷ്യൽ മാങ്ങാച്ചാറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു വൈകുന്നേരം. അതിൻ്റെ കുറച്ച് ശേഷം കെട്ടാണ് കാണുന്നത്. ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് വൈകിട്ട് കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കട്ടൻ കാപ്പി കൂടെ ആറ്റി തന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ സ്നാക്സും ഉണ്ടായിരുന്നു. അത് കഴിച്ചതിന് രാത്രിയത്തുള്ള പരിപാടിയിലോട്ട് അമ്മ ഇറങ്ങിയായിരുന്നു. പപ്പയ്ക്ക് രാത്രി ചപ്പാത്തിയാണ്. അങ്ങനെ അപ്പാപ്പയും കൊച്ചുമോനും കൂടി TV ഒക്കെ കണ്ട് ആസ്വദിക്കുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ രാത്രി നമുക്ക് വരുന്നത് ചപ്പാത്തി, കോഴിക്കറി, പിന്നെ അച്ചിങ്ങ, മെഴുക്കുവരട്ടി. അങ്ങനെ ഇതൊക്കെ കൂട്ടി ഞാൻ വേഗം ഭക്ഷണം കഴിച്ചായിരുന്നു. രാത്രിത്തെ പരിപാടി അതോടെ ഫുഡ് കഴിക്കലിലൂടെ അവസാനിപ്പിച്ചു. ഓൾമോസ്റ്റ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി ഞാൻ മാക്സിമം ചപ്പാത്തിയേ കഴിക്കാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പപ്പയ്ക്ക് എന്തായാലും ചപ്പാത്തിയാണ് രാത്രി. അപ്പോൾ പിന്നെ ഞാനും അതങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ഒന്നുമില്ല. ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ, എൻ്റെ വീട്ടിലുള്ള വീഡിയോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.